ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മിക്ക മാരുതി വണ്ടികളുടെ ഇപ്പോൾ സസ്പെൻഷൻ കിറ്റ് നമ്മൾ പണിയുമ്പോഴത്തേക്ക് ലോവറിൽ വരുന്നത് ഇങ്ങനെ ഒരു റാക്ക് അസംബ്ലി ആയിരിക്കും, അപ്പറിൽ വരുന്നത് മോട്ടോർ അസംബ്ലി ആയിരിക്കും. അപ്പറിൽ ഇപ്പോൾ ലോവറിൽ മോട്ടോർ അസംബ്ലി വരുന്നില്ല, മുമ്പ് കുറച്ച് വണ്ടിയിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സ്വിഫ്റ്റ് പോലുള്ള വണ്ടികളിൽ ലോവറിലാണ് മോട്ടോർ അസംബ്ലി വരുന്നത്. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഇൻക്ലൂഡിങ് സ്വിഫ്റ്റ് അടക്കം അപ്പറാണ് മോട്ടോർ അസംബ്ലി വരുന്നത്. ലോവറിൽ ഇത് കണക്ക് റാക്ക് അസംബ്ലി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ പണിയുകയാണെങ്കിൽ ദാ നോക്കൂ, ഇത് നമ്മൾ റാക്ക് എൻഡും റാക്ക് ബോൾ ജോയിൻറ്റും ഇതിൽ ഈ ഒരു സിസ്റ്റത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ റാക്ക് എൻഡോ ബോൾ ജോയിൻറ്റോ ഡാമേജ് ആണെങ്കിൽ, ഇപ്പോൾ വൺ സൈഡ് ഡാമേജ് ആണെങ്കിൽ അതേ കണക്ക് വീക്ക് ആയിരിക്കും അടുത്ത സൈഡ്. അപ്പോൾ നമ്മൾ വൺ സൈഡ് മാറ്റാനായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പോവുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡും കൂടി അതിൻ്റെ കൂടെ മാറ്റുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തമം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ റാക്കടി ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബോൾ ജോയിൻറ്റിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ എങ്കിൽ ഓക്കെ ഫൈൻ. റാക്കിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഇത് കിറ്റോടെ അങ്ങ് മാറ്റുന്നതാണ് നല്ലത്. അതായത് ഇത് ലെയ്ത്ത് കൊടുത്ത് പണിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണേക്കാളും ഏറ്റവും ലാഭകരമായിട്ടുള്ള മാർഗം, അതും ഈട് നിൽക്കുന്നതും വണ്ടിക്ക് കുറച്ചുകൂടി കംഫർട്ടും ഫീൽ ചെയ്യുന്നത്, നമ്മളിത് അസംബ്ലിയോടുകൂടി മൊത്തം അങ്ങ് മാറ്റണം. ഇതിനങ്ങനെ ഭയങ്കര പൈസ ആവുന്നില്ല. നമ്മളിപ്പോൾ സിംഗിൾ പീസിൻ്റെ പൈസയും ലെയ്ത്ത് വർക്ക് കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്കിത് ഫുൾ അസംബ്ലി ആയിട്ട് മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ലാഭം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.